ചരിത്രം യാദൃശ്ചികമായി എഴുതപ്പെടുന്ന ഒന്നല്ല. ചില മനുഷ്യരാണ് ചരിത്രത്തെ സ്വന്തം കൈകളാൽ രൂപപ്പെടുത്തുന്നത്. തമിഴ് മണ്ണിൽ അത്തരം ചരിത്രങ്ങൾ പലപ്പോഴും പിറന്നത് രണ്ട് വേദികളിൽ നിന്നാണ്. ഒന്ന് രാഷ്ട്രീയവും മറ്റൊന്ന് സിനിമയും. ആ രണ്ട് ലോകങ്ങളെയും ഒരുപോലെ സ്വാധീനിച്ച ഈ മണ്ണിലേക്ക് കോടിക്കണക്കിന് ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും സ്വന്തമാക്കിയ ഒരു നായകൻ കടന്നു വന്നു. ഒരു സാധാരണ ബാലനിൽ നിന്ന് തമിഴ് സിനിമയുടെ ബോക്സ് ഓഫീസ് സാമ്രാജ്യം കീഴടക്കിയ ദളപതിയായി ഉയർന്ന മനുഷ്യൻ. പരിഹാസങ്ങളെയും പരാജയങ്ങളെയും വിമർശനങ്ങളെയും പടവുകളാക്കി ഇന്ന് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന യാത്രകളിലൊന്നിന്റെ നായകനായി മാറിയ വ്യക്തി. ഇത് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന നടന്റെ മാത്രം കഥയല്ല, വീണിടത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റ ഒരു മനസ്സിന്റെ കഥ കൂടിയാണ്. കോടിക്കണക്കിന് ആരാധകരുടെ വിശ്വാസത്തിന്റെ കഥയാണ്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഒരു പുതിയ അധ്യായം എഴുതാൻ ശ്രമിക്കുന്ന ഒരാളുടെ ചരിത്ര യാത്രയാണ്. നമുക്ക് കാലചക്രത്തെ അല്പം പിന്നിലേക്ക് തിരിക്കാം. വർഷം 1974. തമിഴ്നാട് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലം. ഒരു വശത്ത് DMKയും പുതുതായി ഉയർന്നു വന്ന AIADMKയും തമ്മിലുള്ള ശക്തമായ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ. മറുവശത്ത് തമിഴ് സിനിമയുടെ ആകാശത്ത് രണ്ട് മഹാശിഖരങ്ങൾ, പുരട്சி തലൈവർ MGRും നടികർ തിലകം ശിവാജി ഗണേശനും തങ്ങളുടെ പ്രതാപത്തിന്റെ കൊടുമുടിയിൽ തിളങ്ങി നിന്ന കാലഘട്ടം. അന്ന് തമിഴ് ജനതയ്ക്ക് സിനിമ വെറും വിനോദമായിരുന്നില്ല, അതവരുടെ വികാരമായിരുന്നു, ആഘോഷമായിരുന്നു, ജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറിയ ഒരു സംസ്കാരമായിരുന്നു. കോടമ്പാക്കത്തെ ഓരോ തെരുവിലും ഒരു സ്വപ്നം ശ്വസിച്ചിരുന്നു, സിനിമയുടെ സ്വപ്നം. ആയിരക്കണക്കിന് യുവാക്കൾ ഒരു അവസരത്തിനായി ആ സ്വപ്ന നഗരത്തിന്റെ വാതിലുകൾ മുട്ടിക്കൊണ്ടിരുന്നു. അത്തരമൊരു സിനിമാറ്റിക് കാലഘട്ടത്തിലേക്കും പിന്നീട് തമിഴ് സിനിമയുടെയും തമിഴ് രാഷ്ട്രീയത്തിന്റെയും ഗതി മാറ്റാൻ പോകുന്ന ഒരു പേരിന്റെ ജനനത്തിലേക്കുമാണ് ഇനി നമ്മുടെ യാത്ര. ചെന്നൈയിലെ ആ സിനിമാ ലോകത്ത് സജീവ സാന്നിധ്യമായിരുന്ന ദമ്പതികളായിരുന്നു സംവിധായകൻ SA ചന്ദ്രശേഖറും ഗായികയും എഴുത്തുകാരിയുമായ ശോഭ ചന്ദ്രശേഖറും. സാമൂഹിക വിഷയങ്ങൾ പ്രമേയമാക്കിയ ആക്ഷൻ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനായിരുന്നു SA ചന്ദ്രശേഖർ. മറുവശത്ത് സംഗീതവും സാഹിത്യവും ഒരുപോലെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച വ്യക്തിയായിരുന്നു ശോഭ ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ സിനിമ അവർക്കൊരു തൊഴിൽ മാത്രമായിരുന്നില്ല, അത് അവരുടെ ജീവിത രീതിയായിരുന്നു. അത്തരമൊരു കലാസമ്പന്നമായ കുടുംബത്തിലേക്കാണ് 1974 ജൂൺ 22 ചെന്നൈയിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചത്. മാതാപിതാക്കൾ ആ കുഞ്ഞിന് നൽകിയ പേര് ജോസഫ് വിജയ് ചന്ദ്രശേഖർ. തമിഴ് സിനിമ ആദ്യം ഇളയ ദളപതി എന്നും പിന്നീട് കാലം ദളപതി എന്നും വിശേഷിപ്പിച്ച അതേ വിജയ്. കുട്ടിക്കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന ശാന്തനായ വിജയ് ആയിരുന്നില്ല അദ്ദേഹം. സംസാരിക്കാനും കളിക്കാനും നൃത്തം ചെയ്യാനും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഊർജ്ജസ്വലനായ ഒരു കുട്ടി. എന്നാൽ ജീവിതം അപ്രതീക്ഷിതമായി ആ കുടുംബത്തിന് മുന്നിൽ ഒരു വലിയ വേദന കൊണ്ടുവന്നു. വിജയുടെ സഹോദരി വിദ്യയുടെ അകാല മരണം. ആ സംഭവം കുടുംബത്തെ മാത്രമല്ല, കുഞ്ഞു വിജയുടെ മനസ്സിനെയും ആഴത്തിൽ ബാധിച്ചു. അതിനുശേഷം അദ്ദേഹം കൂടുതൽ മൗനിയും അന്തർമുഖനുമായി മാറിയെന്ന് കുടുംബാംഗങ്ങൾ പിന്നീട് പല അഭിമുഖങ്ങളിലും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ നിശബ്ദതയ്ക്കുള്ളിലും ഒരു സ്വപ്നം ജീവിച്ചിരുന്നു, സിനിമയുടെ സ്വപ്നം. പഠനം ചെന്നൈയിലെ ഫാത്തിമ മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച അദ്ദേഹം പിന്നീട് ബാലലോക് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടർന്നു. പക്ഷേ പുസ്തകങ്ങളെക്കാൾ അദ്ദേഹത്തെ ആകർഷിച്ചത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളായിരുന്നു. അച്ഛൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ഓരോ ഫ്രെയിമും കൗതുകത്തോടെ നിരീക്ഷിച്ചിരുന്ന ആ ബാലൻ അറിയാതെ സിനിമയുടെ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10ാം വയസ്സിൽ വിജയുടെ ഏറ്റവും വലിയ സ്വപ്നത്തിന് ആദ്യം രൂപം ലഭിച്ചു. 1984 അച്ഛൻ SA ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത വെട്രി എന്ന ചിത്രത്തിലൂടെ വിജയ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തി. വേഷം ചെറുതായിരുന്നു, പക്ഷെ ആ കുട്ടിയുടെ ക്യാമറയ്ക്ക് മുന്നിലുള്ള ആത്മവിശ്വാസം ശ്രദ്ധിക്കപ്പെടാതിരുന്നില്ല. തുടർന്ന് കുടുംബം, വസന്തരാഗം, സത്തം ഒരു വിളയാട്ട് തുടങ്ങി
അച്ഛന്റെ നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു. ഓരോ ഷൂട്ടിംഗ് സെറ്റും അദ്ദേഹത്തിന് ഒരു ക്ലാസ് മുറിയായിരുന്നു. ഓരോ കഥാപാത്രവും ഒരു പുതിയ പാഠമായിരുന്നു. അങ്ങനെ അറിയാതെ തന്നെ ഒരു നടന്റെ അടിത്തറ പാകപ്പെടുകയായിരുന്നു. ലയോള കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠനത്തിന് ചേർന്നെങ്കിലും ക്ലാസ് മുറികളെക്കാൾ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ്. ഒടുവിൽ പഠനം പാതി വഴിയിൽ അവസാനിപ്പിച്ച് ജീവിതം മുഴുവൻ സിനിമയ്ക്ക് സമർപ്പിക്കാനുള്ള തീരുമാനമാണ് വിജയ് എടുത്തത്. ആ തീരുമാനം പിന്നീട് തമിഴ് സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളിലൊന്നായി മാറുമെന്ന് അന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. എന്നാൽ ബാലതാരത്തിൽ നിന്ന് നായകനാകുന്നത് തമിഴ് സിനിമയിൽ ഒരിക്കലും എളുപ്പമുള്ള ഒരു യാത്രയല്ല. ബാലതാരമെന്ന പരിചയം അവസരം നൽകാം, പക്ഷെ നായകനായി നിലനിൽക്കാൻ കഴിവും ക്ഷമയും പ്രേക്ഷകരുടെ അംഗീകാരവും വേണം. ആ യഥാർത്ഥ പരീക്ഷ ഇനി വിജയിയെ കാത്തിരിക്കുകയായിരുന്നു. വർഷം 1992, പ്രായം 18. മകനെ നായകനാക്കി അവതരിപ്പിക്കാൻ എസ്.എ. ചന്ദ്രശേഖർ തീരുമാനിച്ചു. അങ്ങനെ നാളയ്യ തീർപ്പ് തിയേറ്ററുകളിലെത്തി. എന്നാൽ ആദ്യ പരീക്ഷണം ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ല. വിമർശനങ്ങളും സംശയങ്ങളും ഉയർന്നു. ചിലർ സംവിധായകന്റെ മകൻ എന്ന ലേബലിൽ മാത്രം അദ്ദേഹത്തെ വിലയിരുത്തുകയും ചെയ്തു. പക്ഷേ ആ പരാജയം വിജയിയുടെ യാത്രയുടെ അവസാനമായിരുന്നില്ല, മറിച്ച് അതായിരുന്നു യഥാർത്ഥ തുടക്കം. കാരണം ചില യാത്രകൾ വിജയത്തിൽ നിന്നല്ല ആരംഭിക്കുന്നത്, പരാജയത്തിൽ നിന്ന് പഠിക്കുന്ന നിമിഷത്തിലാണ് അവയുടെ യഥാർത്ഥ ചരിത്രം എഴുതപ്പെടുന്നത് തന്നെ. 1993 എസ്.എ. ചന്ദ്രശേഖർ വീണ്ടും മകനെ നായകനാക്കി സെന്തൂരപ്പാണ്ടി ഒരുക്കി. അന്ന് തമിഴ് സിനിമയിലെ ഏറ്റവും ജനപ്രിയ താരങ്ങളിലൊന്നായിരുന്ന വിജയകാന്തിനെ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിച്ചത് വിജയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ചിത്രം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും വിജയിയെ സ്വന്തം കരുത്തിൽ മുന്നിലെത്തിക്കുന്ന ഒരു സോളോ ബ്ലോക്ക് ബസ്റ്റർ അപ്പോഴും അകലെ തന്നെയായിരുന്നു. തുടർന്ന് 1994 പുറത്തിറങ്ങിയ രസികൻ അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു പ്രധാന ചുവടുവെപ്പായി. അതിനു പിന്നാലെ ദേവ, രാജാവിൻ പാർവയിലെ തുടങ്ങിയ ചിത്രങ്ങളുമെത്തി. ഈ കാലഘട്ടത്തിൽ ആക്ഷനും പ്രണയവും സമന്വയിപ്പിച്ച യുവ നായക കഥാപാത്രങ്ങളെയാണ് വിജയ് കൂടുതലായും അവതരിപ്പിച്ചത്. യുവ പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹം ശ്രദ്ധ നേടി തുടങ്ങിയെങ്കിലും തമിഴ് സിനിമയിലെ മുൻനിര താരങ്ങളുടെ നിരയിലേക്ക് ഉയർത്തുന്ന നിർണായക വിജയത്തിനായി അദ്ദേഹം ഇപ്പോഴും കാത്തിരിക്കുകയായിരുന്നു. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി അവസരം ലഭിക്കുന്നതല്ല, ആ അവസരത്തെ ചരിത്രമാക്കുക എന്നതാണ്. വിജയിയുടെ ജീവിതത്തിലും അത്തരമൊരു നിമിഷമെത്താൻ അധികം വൈകിയില്ല. 1996 സംവിധായകൻ വിക്രമൻ ഒരുക്കിയ പൂവേ ഉനക്കാക വിജയിയുടെ കരിയറിനെ രണ്ടായി വിഭജിച്ച സിനിമയെന്നാണ് ഇന്ന് പലരും ഈ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത്. അതുവരെ കണ്ടിരുന്ന ആക്ഷൻ ഇമേജിൽ നിന്ന് പൂർണ്ണമായും മാറി പ്രണയത്തിന്റെ വേദന ഉള്ളിലൊതുക്കി ജീവിക്കുന്ന രാജ എന്ന കഥാപാത്രത്തെ വിജയ് അതീവ ലാളിത്യത്തോടെ അവതരിപ്പിച്ചു. കുടുംബ പ്രേക്ഷകർ ഈ ചിത്രത്തെ ഹൃദയത്തോട് ചേർത്തു. ചിത്രം ദീർഘകാലം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശിപ്പിക്കപ്പെട്ടു. അതിലും പ്രധാനമായി ഒരു കാര്യം തമിഴ് സിനിമയ്ക്ക് വ്യക്തമായി: വിജയ് ഇനി സംവിധായകന്റെ മകൻ മാത്രമല്ല, സ്വന്തം വ്യക്തിത്വമുള്ള ഒരു നായകനാണ്. പൂവേ ഉനക്കാക നൽകിയ ആത്മവിശ്വാസം വിജയുടെ കരിയറിൽ തുടർച്ചയായ വിജയങ്ങളുടെ വാതിൽ തുറന്നു. 1997 ഫാസിൽ സംവിധാനം ചെയ്ത കാതലുക്ക് മര്യാദ പ്രണയ ചിത്രങ്ങളുടെ ചരിത്രത്തിൽ ഇടം നേടിയ ചിത്രമായി മാറി. വാണിജ്യ വിജയത്തിനൊപ്പം നിരൂപക പ്രശംസയും നേടിയ ഈ ചിത്രത്തിലെ പ്രകടനത്തിന് വിജയ്ക്ക് തമിഴ്നാട് സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ പ്രൈസ് ലഭിച്ചു. കുഞ്ചാക്കോ ബോബനും ശാലിനിയും അഭിനയിച്ച മലയാള ചിത്രം അനിയത്തിപ്രാവിന്റെ തമിഴ് റീമേക്കായിരുന്നു ഇത്. തുടർന്ന് ലവ് ടുഡേ, തുള്ളാത മനവും തുള്ളും, ഖുഷി തുടങ്ങിയ ചിത്രങ്ങൾ വിജയിയെ യുവാക്കളുടെയും കുടുംബ പ്രേക്ഷകരുടെയും പ്രിയതാരമാക്കി മാറ്റി. സ്വാഭാവികമായ അഭിനയം, ഊർജ്ജസ്വലമായ നൃത്ത ചുവടുകൾ, കൃത്യമായ കോമഡി ടൈമിംഗ് ഇവയെല്ലാം ചേർന്ന് 1990കളുടെ അവസാനത്തോടെ വിജയ് എന്ന നടന് വ്യക്തമായ ഒരു സ്ക്രീൻ ഐഡന്റിറ്റി രൂപപ്പെട്ടു. പക്ഷെ വിജയ് അവിടെ നിർത്താൻ തയ്യാറായിരുന്നില്ല. പ്രണയ നായകന്റെ വിജയത്തിനപ്പുറം തമിഴ് സിനിമയിലെ മാസ് നായകൻ എന്ന പുതിയ ലക്ഷ്യത്തിലേക്കാണ് അദ്ദേഹം കണ്ണുവച്ചത്. ആ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു 2003 പുറത്തിറങ്ങിയ തിരുമലൈ. പുതിയ ലുക്കും കൂടുതൽ ഊർജ്ജസ്വലമായ അവതരണവും പ്രേക്ഷകർ സ്വീകരിച്ചു. അതൊരു സിനിമയുടെ വിജയം മാത്രമായിരുന്നില്ല, വിജയുടെ പുതിയ ഇമേജിന്റെ തുടക്കമായിരുന്നു.
എന്നാൽ യഥാർത്ഥ പൊട്ടിത്തെറി സംഭവിച്ചത് 2004-ലായിരുന്നു. ധരണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗില്ലി തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി മാറി. അതിവേഗ തിരക്കഥയും ആക്ഷനും നർമ്മവും ചേർന്ന ഈ ചിത്രം വിജയുടെ താരമൂല്യത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. ഗില്ലിക്ക് ശേഷം വിജയ് ഒരു നടൻ മാത്രമായിരുന്നില്ല, തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ശക്തികളിൽ ഒരാളായി അദ്ദേഹം അപ്പോഴേ മാറിക്കഴിഞ്ഞിരുന്നു. തമിഴ്നാട് മാത്രമല്ല, കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിലും വിദേശത്തുമുള്ള തമിഴ് പ്രേക്ഷകർക്കിടയിലും അദ്ദേഹത്തിന്റെ ജനപ്രീതി ഗണ്യമായി വർദ്ധിച്ചു. ഗില്ലിക്ക് ശേഷം വിജയുടെ കരിയറിൽ വിജയങ്ങളും പരാജയങ്ങളും ഒരുപോലെ വന്നിരുന്നു. എന്നാൽ ഓരോ തിരിച്ചടിക്കും ശേഷം കൂടുതൽ ശക്തമായി തിരിച്ചു വരാനുള്ള കഴിവാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ചത്. ആ തിരിച്ചുവരവിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 2007 പ്രഭുദേവ സംവിധാനം ചെയ്ത പോക്കിരി എന്ന ചിത്രം. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായതോടെ വിജയ് തമിഴ് സിനിമയിലെ മുൻനിര മാസ് നായകന്മാരിൽ ഒരാളായി തന്റെ സ്ഥാനമുറപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇളയ ദളപതി എന്ന വിശേഷണം വിജയ്ക്ക് ലഭിച്ചത് അതിനും വർഷങ്ങൾക്ക് മുൻപാണ്. 1994 പുറത്തിറങ്ങിയ രസികൻ എന്ന ചിത്രത്തിന്റെ ടൈറ്റിലാണ് ആദ്യമായി ഈ ബിരുദം പ്രത്യക്ഷപ്പെട്ടത്. സംവിധായകനും പിതാവുമായ എസ്.എ. ചന്ദ്രശേഖർ നൽകിയ ഈ വിശേഷണം വിജയുടെ വളർന്നു വരുന്ന താരപദവിയോടുള്ള പ്രതീക്ഷയുടെ ഒരു പ്രതീകമായിരുന്നു. പിന്നീട് ആരാധകരുടെ ഇടയിൽ ഇളയ ദളപതി എന്ന പേര് ചുരുങ്ങി ദളപതിയായി മാറി. അതൊരു വിശേഷണം മാത്രമായിരുന്നില്ല, കോടിക്കണക്കിന് ആരാധകർ അദ്ദേഹത്തിന് നൽകിയ ഒരു തിരിച്ചറിയലായി മാറുകയായിരുന്നു. 2012 AR മുരുകദോസുമായി ഒന്നിച്ച തുപ്പാക്കി വിജയുടെ കരിയറിനെ മറ്റൊരു ഉയരത്തിലേക്ക് എത്തിച്ചു. സ്റ്റൈലിഷ് മിലിറ്ററി ഓഫീസറായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രകടനവും ചിത്രത്തിന്റെ വാണിജ്യ വിജയവും വിജയെ ആദ്യമായി 100 കോടി ക്ലബിലെത്തിച്ചു. അതിനു പിന്നാലെ കത്തി, തേരി, മെർസൽ, സർക്കാർ, ബിഗിൽ തുടങ്ങിയ ചിത്രങ്ങൾ തുടർച്ചയായി വൻ വിജയങ്ങളായി. തമിഴ്നാട് മാത്രമല്ല, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് കൂടാതെ മലേഷ്യ, ശ്രീലങ്ക, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലുമൊക്കെയുള്ള തമിഴ് പ്രവാസികൾക്കിടയിലും വിജയുടെ ജനപ്രീതി ഗണ്യമായി വർദ്ധിച്ചു. എന്നാൽ വിജയുടെ സ്വാധീനം സിനിമയിൽ മാത്രം ഒതുങ്ങിയില്ല. ആരാധകരെ സംഘടിതമായ സാമൂഹിക ശക്തിയാക്കി മാറ്റണമെന്ന ലക്ഷ്യത്തോടെയാണ് വിജയ് മക്കൾ ഇയക്കം കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. 2009 ശേഷം സംഘടന കൂടുതൽ സംഘടിത രൂപം കൈവരിച്ചു. BC ആനന്ദ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, വിദ്യാഭ്യാസ സഹായം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഭക്ഷ്യവിതരണം, വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ തുടങ്ങി നിരവധി സാമൂഹിക സേവനങ്ങൾ സംഘടന നടത്തി. അതേസമയം മെർസൽ, സർക്കാർ തുടങ്ങിയ സിനിമകളിലെ ചില സംഭാഷണങ്ങളും പ്രമേയങ്ങളും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. എന്നാൽ ഈ വിവാദങ്ങളിൽ വിജയ് പൊതുവെ പരിമിതമായ പ്രതികരണമാണ് നടത്തിയത്. അദ്ദേഹത്തിന്റെ സിനിമകളിലെയും പൊതുപ്രസംഗങ്ങളിലെയും ചില പരാമർശങ്ങൾ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടുതൽ ശക്തി നൽകി. പ്രത്യേകിച്ച് തലവൻ എന്നയാൾ ജനങ്ങൾക്ക് പിന്നിലല്ല നിൽക്കേണ്ടത്, അവർക്ക് മുന്നിലാണ് നിൽക്കേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടു. ഒടുവിൽ വർഷങ്ങളായുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് വിജയ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. തമിഴക വെട്രിക്കഴകം TVK എന്ന പാർട്ടി രൂപീകരിച്ചതോടെ തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായിരുന്ന അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ പുതിയ അധ്യായത്തിലേക്കും കടന്നു. 2024 ഒക്ടോബർ 27 വിളുപ്പുറം ജില്ലയിലെ വിക്രവാണ്ടിയിൽ നടന്ന പാർട്ടിയുടെ ആദ്യ സംസ്ഥാന മഹാസമ്മേളനത്തിൽ തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൻ ജനപങ്കാളിത്തമുണ്ടായി. ഈ വേദിയിലാണ് അഴിമതി വിരുദ്ധ ഭരണകൂടം, സാമൂഹ്യനീതി, സമത്വം, ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണം, തമിഴ്നാടിന്റെ വികസനം എന്നിവയെ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യങ്ങളായി വിജയ് അവതരിപ്പിച്ചത്. 2006 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ട് പൂർണ്ണമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും സിനിമയിൽ നിന്ന് ക്രമേണ പിന്മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ പ്രഖ്യാപനം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചർച്ചകളിൽ വലിയ ശ്രദ്ധ നേടി. തമിഴ്നാടിന്റെ ചരിത്രം പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഈ മണ്ണിൽ സിനിമയും രാഷ്ട്രീയവും പലപ്പോഴും
ഒരേ വഴിയിലൂടെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. MGRും ജയലളിതയും പോലെ വെള്ളിത്തിരയിൽ ജനഹൃദയങ്ങൾ കീഴടക്കിയ വ്യക്തിത്വങ്ങൾ പിന്നീട് രാഷ്ട്രീയത്തിലും സ്വന്തം മുദ്ര പതിപ്പിച്ചു. അതേ പാതയിലേക്കാണ് ഇന്ന് വിജയും ചുവടുവെക്കുന്നത്. എല്ലാവർക്കും ആദ്യമുണ്ടായിരുന്ന ഒരേയൊരു ചോദ്യം, സിനിമയിലെ ദളപതിക്ക് രാഷ്ട്രീയത്തിലും അതേ സ്വാധീനം സൃഷ്ടിക്കാനാകുമോ? ഈ ചോദ്യം മനസ്സിലാക്കാൻ വിജയുടെ പഴയ യാത്ര ഒന്നോർത്താൽ മതി. 1992 നായകനായി എത്തിയപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ പൂക്കൾ വിരിച്ച വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. പരാജയങ്ങളുണ്ടായി, വിമർശനങ്ങളുണ്ടായി, പരിഹാസങ്ങളുണ്ടായി. പക്ഷെ ഓരോ തിരിച്ചടിയെയും അടുത്ത വിജയത്തിനുള്ള പരിശീലനമാക്കി മാറ്റുകയായിരുന്നു വിജയ്. അഭിനയത്തിലും നൃത്തത്തിലും ആക്ഷനിലും സിനിമാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം വർഷങ്ങളോളം സ്വയം മാറിക്കൊണ്ടിരുന്നു. ഒടുവിൽ തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി അദ്ദേഹം വളർന്നു. പിന്നീട് ആരാധകരെ വെറും സിനിമാ ആഘോഷങ്ങൾക്കല്ല, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കും ഒരുമിപ്പിച്ചു. അതിനുശേഷമാണ് രാഷ്ട്രീയത്തിലേക്കുള്ള തീരുമാനം. തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുടെ രൂപീകരണത്തോടെ വിജയുടെ ജീവിതം പുതിയൊരു അധ്യായത്തിലേക്ക് കടന്നു. ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വേദി സിനിമാ സ്ക്രീനല്ല, ജനങ്ങളുടെ മനസ്സാണ്. ഒടുവിൽ ജനവിധിയിലൂടെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദവിയിലെത്തിയതോടെ ഒരു കാലത്ത് വെള്ളിത്തിരയിൽ ജനങ്ങളുടെ കയ്യടി നേടിയ മനുഷ്യൻ ഇന്ന് ജനങ്ങളുടെ വിശ്വാസം നേടിയ നേതാവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബാലതാരമായി തുടങ്ങിയ യാത്ര ദളപതി എന്ന പ്രതിച്ഛായയിലൂടെ കടന്ന് ഒടുവിൽ തമിഴ്നാടിന്റെ ഭരണ ചുമതല ഏറ്റെടുക്കുന്നത് വരെ എത്തി നിൽക്കുന്ന ഈ ചരിത്രം ഇന്ത്യൻ സിനിമയിലും തമിഴ് രാഷ്ട്രീയത്തിലും ഒരുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന അപൂർവ യാത്രകളിലൊന്നായി മാറിക്കഴിഞ്ഞു. ഇത്തരത്തിലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്